പരീക്ഷയ്ക്ക് സ്പീഡ് കിട്ടാത്തത് കാരണം ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പേപ്പറിൽ പ്രസന്റ് ചെയ്യാൻ പറ്റാതെ പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്ന കുട്ടികളായിരിക്കും കൂടുതൽ വരും അല്ലേ. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്ന് നോക്കാം. നല്ല സ്പീഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മനസ്സിൽ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഴുതാൻ കിട്ടും. അതേപോലെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ മിക്കപ്പോഴും 3 മണിക്കൂറൊക്കെ ആയിരിക്കും പരീക്ഷാ സമയം. അതിനുള്ളിൽ നമുക്ക് മാക്സിമം എഴുതി തീരുവാനും കഴിയും. അത് കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനു മുമ്പ് പരീക്ഷയ്ക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കുറയുന്നതെന്ന് നോക്കാം. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ ഇതിന് പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എഴുതുന്ന മേശയുടെ പൊക്കമാണ്. നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. പരീക്ഷകളിൽ ഏത് ടേബിളാണോ തരുന്നത് അത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. മറ്റൊരു പ്രശ്നം, നമ്മൾ പലപ്പോഴും പുതിയ പേനയായിട്ടായിരിക്കും പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചില ആളുകൾ പ്രാർത്ഥിച്ചിട്ടോ അല്ലെങ്കിൽ പൂജിച്ചിട്ടൊക്കെ പുതിയ പേനയായിട്ടൊക്കെ പോകും. അങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ചില പേനകളാണെങ്കിൽ ആദ്യം എഴുതുമ്പോൾ നല്ല റഫായിരിക്കും. അപ്പോൾ നമുക്ക് സ്പീഡ് കിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം ആശയക്കുഴപ്പമാണ്. ഈ പരീക്ഷകളിൽ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഫുൾ ടെൻഷനും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ശങ്കിച്ച് നിൽക്കുക. അതുകൊണ്ട് നമുക്ക് എക്സാം സ്പീഡിലൊന്നും എഴുതാൻ കഴിയാറില്ല. മറ്റൊരു പ്രശ്നം കൈ വേർക്കുക എന്നുള്ളതാണ്. പല കുട്ടികൾക്കും കൈ വേർത്തിട്ട് പേന തെന്നി പോവുകയും സ്പീഡ് കുറയുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ മാനേജ് ചെയ്തിട്ട് നമുക്ക് സ്പീഡിൽ എഴുതാമെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏത് റീസണാണ് നിങ്ങളുടെ സ്പീഡ് കുറയ്ക്കുന്നതെന്ന് ആലോചിക്കുക. ഈ പറഞ്ഞ കാരണങ്ങളിൽ ഏതെങ്കിലും ആണോ സ്പീഡ് കുറയ്ക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുക. ഏതാണെന്ന് കാരണം കണ്ടെത്തിയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പ്രശ്നം പുതിയ പേനകൾ ഉപയോഗിക്കുന്നതാണ്. പരീക്ഷ അന്ന് തന്നെ പുതിയ പേന ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നിങ്ങൾ 2 ദിവസം മുമ്പേ ജസ്റ്റ് ഒരു 2 പേജെങ്കിലും ഒന്ന് ആ പേന കൊണ്ട് എഴുതണം. കാരണം ആ ഒരു പേനയ്ക്ക് വഴക്കം വരണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്പീഡിൽ എഴുതാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഒരുപാട് തീർന്ന പേനയായിട്ടൊന്നും പോവരുത്. മാക്സിമം ഒരു 3 പേനെങ്കിലും കയ്യിൽ വെച്ചേക്കണം. അത് 3 എണ്ണവും ജസ്റ്റ് ഒരു 1-2 പേജ് എഴുതി ഒരു വഴക്കം വരുത്തിയ ശേഷം വേണം പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ജെൽ പേനയൊക്കെ ഒഴിവാക്കുക. ജെൽ പേനയ്ക്ക് അത്രയും സ്പീഡ് കിട്ടില്ല. മാത്രമല്ല കൈയൊക്കെ വേർക്കുകയാണെങ്കിൽ അത് സ്പ്രെഡ് ആവുകയും ചെയ്യും. നിങ്ങൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്പിലെ പേന തന്നെ യൂസ് ചെയ്യുക. ഇപ്പം നിങ്ങൾ സെല്ലോ ഗ്രിപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് തന്നെ പരീക്ഷയ്ക്ക് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് അത് എഴുതിയിട്ടാണല്ലോ ശീലം. പുതിയൊരു പേന അന്നത്തെ ദിവസം നമ്മൾ പരീക്ഷിക്കുവാൻ പാടില്ല. ചില പേനകൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ മഷി ഓവറായിട്ട് പുറത്തേക്ക് ചാടും. അപ്പോൾ അങ്ങനത്തെ പേനകളുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പേന തന്നെ യൂസ് ചെയ്യുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പേന മാത്രമല്ല, നമ്മൾ എഴുതുന്ന ഹാൻഡ് റൈറ്റിങ്ങും. കുറച്ചുകൂടി ചരിച്ചെഴുതുന്നവരാണെങ്കിൽ ചരിച്ചെഴുതുന്നവർക്ക് കുറച്ച് സ്പീഡ് കൂടുതലായിരിക്കും. അക്ഷരങ്ങൾ ചരിഞ്ഞ് ഓവറായിട്ട് ചരിഞ്ഞ് പോകണമെന്നല്ല, ഒരേ ലൈനിൽ അക്ഷരങ്ങൾ ചരിച്ചെഴുതുന്നവർക്ക് കുറച്ചും കൂടെ സ്പീഡ് കൂടുതലായിരിക്കും. ഇങ്ങനെ ഉരുട്ടി റൗണ്ട് എഴുതുമ്പോൾ കുറച്ച് സ്പീഡ് കുറവായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾ അത് മാറ്റാൻ നിൽക്കരുത്. മാറ്റാൻ കഴിവുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചരിച്ച് എഴുതുന്നത് ശീലമാക്കാം. സ്പീഡ് കുറയാൻ മറ്റൊരു കാര്യം, നമ്മൾ ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത വാക്ക് ഏതാണ് ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഇപ്പം നിങ്ങളൊരു ഉപന്യാസം എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു എസ്സേ എഴുതുമ്പോൾ ഒരു സെന്റൻസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാക്ക് ഏതാണ് എന്ന് കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഒരു വാക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത വാക്ക് ഏതാണെന്ന് പെട്ടെന്ന് മനസ്സിൽ വരണം. അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ നന്നായിട്ട് പഠിക്കുകയും വേണം. മറ്റൊരു പ്രശ്നമാണ് പരീക്ഷ എഴുതുന്ന ടേബിളിന്റെ പൊക്കം. അപ്പൊ അത് നമുക്ക് പരീക്ഷകൾ ചെല്ലുമ്പോഴേ കാണാൻ കഴിയുള്ളൂ. അപ്പൊ പരീക്ഷയ്ക്ക് ഒരു 1/2 മണിക്കൂർ മുമ്പ് നമുക്ക് സമയം തരുമല്ലോ പരീക്ഷ ഹാളിൽ കയറിയിരിക്കാനായിട്ടൊക്കെ. അപ്പൊ ആ സമയത്ത് നിങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനെ കാണിച്ചിട്ട് അത് പരിഹരിക്കണം. ഭയങ്കര പൊക്കമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അതല്ലെങ്കിൽ എന്തെങ്കിലും പില്ലോ അങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഇരുന്ന് ആ ഒരു പൊക്കം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ടേബിൾ മാറ്റി തരാനായിട്ട് നിങ്ങൾക്ക് പറയാവുന്നതാണ്. മറ്റൊരു പ്രശ്നമാണ് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൈ വിയർക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനത്തെ ശീലമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു തണുത്ത ടവൽ, അതായത് ഐസിലൊക്കെ മുക്കിയിട്ടുള്ള ടവൽ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ട് കയ്യിൽ വെക്കുക. അപ്പോൾ ആ തണുപ്പ് ചെല്ലുമ്പോൾ ആ വിയർപ്പൊക്കെ ഒന്ന് അടങ്ങുന്നതായിരിക്കും. മറ്റൊരു പ്രശ്നം, നിങ്ങൾക്ക് സമയം മാനേജ്മെന്റ് അറിയാത്തതാണ് പ്രശ്നം. ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര മണിക്കൂർ പരീക്ഷയുണ്ട്, ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ മിനിറ്റിലും എത്ര ടോപ്പിക്സ് എഴുതി തീരാൻ കഴിയും, അല്ലെങ്കിൽ ഓരോ ചോദ്യത്തിനും എത്ര സമയം വേണ്ടി വരും എന്നൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് ആദ്യമേ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് സമയം മാനേജ് ചെയ്ത് എഴുതാൻ കഴിയുള്ളൂ. പല കുട്ടികളും അറിയാവുന്ന ഒരു ക്വസ്റ്റിന് ഒരു 2 മണിക്കൂർ വേണമെങ്കിൽ ഇന്ന് എഴുതിക്കോളും. അങ്ങനെ ചെയ്യരുത്. ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻ എടുക്കരുത്. ഒരു ക്വസ്റ്റിന് വേണ്ടിയിട്ട് ചിലവാക്കരുത്. 15 മിനിറ്റ് കൂടെ മാക്സിമം എഴുതിയിരിക്കുക. അങ്ങനെ എഴുതിയിരിക്കുക. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും എക്സ്ട്രാ എഴുതി ചേർക്കാം. ഒരു ക്വസ്റ്റിനും നമ്മൾ വിടാൻ പാടില്ല. മറ്റൊരു പ്രശ്നം ആശയക്കുഴപ്പവും ടെൻഷനും ഒക്കെ ആയിരിക്കും. കാരണം നിങ്ങളുടെ മുമ്പിലും പുറകിലുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് സ്പീഡിൽ എഴുതുന്നുണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ടെൻഷൻ വരാം. ക്വസ്റ്റ്യൻ അതാണോ ഇതാണോ എന്നൊക്കെ ഡൗട്ട് വരാം. ഈ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. ലാസ്റ്റ് വന്നിട്ട് അറ്റൻഡ് ചെയ്യുക. ഇനി മറ്റുള്ള കുട്ടികൾ സ്പീഡിൽ എഴുതുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അവർ കറക്റ്റാണോ എഴുതുന്നത് നമുക്ക് ഉറപ്പില്ലല്ലോ. അവരെന്ത് എഴുതിക്കോട്ടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാൽ മതിയല്ലോ. നമ്മൾ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. സോ മറ്റുള്ളവരിലേക്ക് നോക്കാതെ ആ സമയത്തെങ്കിലും നമ്മൾ നമ്മുടെ കാര്യം നോക്കി നന്നായിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ എഴുതുവാനും കഴിയും. പരീക്ഷയുടെ സമയത്തിന് 5 മിനിറ്റ് മുമ്പ്, അതായത് 3 മണിക്കാണ് പരീക്ഷ തീരുന്നെങ്കിൽ 2:55 ആകുമ്പോഴേ നിങ്ങൾ എക്സാം എഴുതി കഴിയുകയും ചെയ്യും. താങ്ക് യു.